മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടം. തിരുവനന്തപുരം പാറ്റൂരിൽ 5 പേരെ ഇടിച്ചു തെറിപ്പിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ഇരുചക്രവാഹന യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം റോഡിലുണ്ടായിരുന്നവരെയും ഇടിച്ചു. അഭിഭാഷകനായ പൂജപ്പുര സ്വദേശി ഭരത് കൃഷ്ണൻ കസ്റ്റഡിയിൽ. ആഷിൻ ഡിയേഗോ ചേരുന്നു അപകട സ്ഥലത്ത് നിന്ന്. ആഷിൻ, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? വാഹനമോടിച്ച് എല്ലാവരെയും ഇടിക്കുകയായിരുന്നു. സുജിയ, പാറ്റൂർ ജംഗ്ഷനിലാണ് ഞാനുള്ളത്. ഇവിടെ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഈ വാഹനത്തിൽ ആദ്യം ഇടിക്കുന്നു. ഇടിച്ച ശേഷമാണ് ഈ വാഹനത്തിന് പുറത്തുണ്ടായിരുന്ന യുവാക്കളെയും അതുപോലെ തന്നെ മുന്നിൽ പോയ ഒരു സ്കൂട്ടറിലുണ്ടായിരുന്ന 2 പേരെയും ഈ അഭിഭാഷകൻ ഓടിച്ച വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഈ അഭിഭാഷകൻ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് വൈദ്യപരിശോധനയിൽ നിന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അഭിഭാഷകൻ പൂജപ്പുര സ്വദേശിയാണ്. ഭരത് കൃഷ്ണ എന്നാണ് ഇയാളുടെ പേര്. ഇന്നലെ രാത്രിയോടുകൂടി, അതായത് ഇന്ന് പുലർച്ചയോടുകൂടി ഇയാൾ മദ്യലഹരിയിൽ ഈ പാറ്റൂർ ജംഗ്ഷനിലേക്ക് അമിത വേഗത്തിൽ എത്തുകയായിരുന്നു. തുടർന്ന് ഈ കാണുന്ന കാറിലുണ്ടായിരുന്ന കാട്ടാക്കട സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ്. ഈ കാറിന്റെ ഈ ടയർ പഞ്ചറായതോടുകൂടി ഈ സൈഡിലേക്ക് ഒതുക്കി യുവാക്കൾ പുറത്തേക്ക് ഇറങ്ങി ടയർ മാറ്റുകയായിരുന്നു. ഈ സമയത്താണ് അമിത വേഗതയിൽ ഈ വഞ്ചൂർ ഭാഗത്തു നിന്നും പാറ്റൂരേക്ക് തിരിഞ്ഞ ഈ അഭിഭാഷകന്റെ വാഹനം നേരെ ഇവിടെ ഉണ്ടായിരുന്ന യുവാക്കളെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഈ മുന്നിൽ പോയ സ്കൂട്ടറിനെയും ഇടിച്ചു തെറിപ്പിച്ച് സൈഡിലേക്ക് ഇടിച്ചു നിന്നത് എന്നുള്ളതാണ്. തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഓടിയെത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിലിപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ഈ കാട്ടാക്കട സ്വദേശികളിൽ ഒരാൾ, അതായത് ഗൗതം എന്ന യുവാവിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളുടെ നട്ടെല്ലിനും കൈക്കും ഒടിവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബാക്കി 3 പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ്. ഈ യുവാക്കൾ ഇന്നലെയും ഇവരുടെ സുഹൃത്ത് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ചികിത്സയിലുള്ള സുഹൃത്തിനെ കണ്ട ശേഷം പുലർച്ചയോടുകൂടി ചായ കുടിക്കാനായി ഈ പാറ്റൂർ ജംഗ്ഷനിലേക്ക് എത്തിയതായിരുന്നു. എത്തിയ സമയം ചായ കുടിച്ച് മടങ്ങുമ്പോഴാണ് ഈ വാഹനത്തിന്റെ ടയർ പഞ്ചറാകുന്നതും തുടർന്ന് ഈ സൈഡിലേക്ക് ഒതുക്കി ഇതിന്റെ ടയർ മാറ്റുന്ന ജോലികൾ അവർ എടുക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് അമിത വേഗത്തിലെത്തിയ ഈ അഭിഭാഷകന്റെ വാഹനം ഇവരെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. നിലവിലിപ്പോൾ ഈ അഭിഭാഷകനെ പേട്ട പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഭരത് കൃഷ്ണയാണ് ഈ അപകടമുണ്ടായ സ്ഥലത്തു നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ആഷിൻ ഡിയേഗോ ഇപ്പോൾ പങ്കുവച്ചത്.